ഫോട്ടോ കിട്ടുന്ന ഒന്നാണുണ്ടോ, അത് ഓപ്പൺ ആക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഹോണിങ് സാമ്പിളിനെ കയറി കാണിക്കും. നിങ്ങൾ വരുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ യൂണിറ്റ്. ഈ യൂണിറ്റിൻ്റെ ബാക്കിൽ ഒരു റെഡ് കളർ കത്തുന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് കണ്ടോ, അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓൺ ആക്കി ഇട്ടിട്ട് കുറച്ച് ഇവിടെ ലാമ്പ് എന്ന് പറയും, ഒരു ലാമ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ആ ലൈറ്റ് കത്തണം. അത് കത്തി കുറച്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് നടന്നിട്ട് പ്രോപ്പറായിട്ടുള്ള വാല്യൂ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വരുമ്പോൾ ഇത് ഓണൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആപ്പ് ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കും ഹോണിങ് വേവ് എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് നേരം പ്രോസസ്സിങ് ചെയ്തിട്ട് അത് അതൊരു വെയിറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്തിട്ട് ഉണ്ടോ, അത് പോയി കഴിഞ്ഞില്ലേ. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കി, ഇതിൻ്റെ ഉള്ളിൽ രണ്ട് സെക്ഷനായിട്ട് കാണുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരാളുടെ ഫോട്ടോ എടുത്തതിൻ്റെ അത് കാണിച്ചു കൊടുത്താൽ മതി. അവർ കാണിച്ചു കൊടുക്കാനാ അല്ല, ഇവർക്കിപ്പോൾ കാണിച്ചു കൊടുക്കാനാ. അതിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കും. ഇതിനകത്ത് നോക്കുമ്പോഴേ നമുക്കൊരു രണ്ട് സെക്ഷനായിട്ട് സ്ലോട്ട്സ് ഉണ്ട്. ഒരെണ്ണത്തിൽ ഇങ്ങനെ ഒരു 5 സ്ലോട്ട്സ് റൗണ്ടിലിരിക്കുന്നത്, ഒരെണ്ണത്തിൽ ഒറ്റ സ്ലോട്ടായിരിക്കും കണ്ടോ. അപ്പോൾ ഈ റൈറ്റ് സൈഡിലാണ് നമ്മൾ ബ്ലാങ്ക് വയ്ക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ കമ്പാരിസൺ ആണ്. നമ്മുടെ ബ്ലാങ്കും സാമ്പിളും നമ്മളെ കമ്പാരിസൺ ആണ് നമുക്ക് ലാസ്റ്റ് അബ്സോർപ്ഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ നീല ബോക്സുകളുണ്ടോ, ഈ നീല ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 2 ക്യൂവറ്റ്സ് കിട്ടും. നോക്കി കണ്ടോ. ഇതിനകത്ത് ഒരു എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ഒരെണ്ണം എപ്പോഴൊക്കെ ആയിരിക്കും. അതായത് ലൈറ്റ് കടത്തി വിടില്ല, ഒരെണ്ണത്തിൽ ലൈറ്റ് കടത്തി വിടും. അപ്പോൾ നമ്മൾ ആദ്യം 2 എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഒരെണ്ണത്തിൽ സാമ്പിളും ഒരെണ്ണത്തിൽ ബ്ലാങ്കും ഫില്ല് ചെയ്യണം. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ മൊത്തം ഫില്ല് ചെയ്യണ്ട, കുറച്ചിങ്ങനെ തുളുമ്പി പോരുത്. ആ രീതിയിൽ ഫില്ല് ചെയ്യാം. നിങ്ങൾ ഫില്ല് ചെയ്തോ, ബ്ലാങ്കും സാമ്പിളും ഇട്ടാ. ആദ്യം ബ്ലാങ്ക് ഫില്ല് ചെയ്തോ. തന്നെ ഒരാൾ പിടിച്ചോ. എൻ്റെ ടോപ്പ് വരെ നിറച്ച് വന്നാൽ തുളുമ്പി പോരുത്, അങ്ങനത്തെ രീതിയിൽ. ആ ഇത്ര മതി, പ്രശ്നം ഒഴിച്ചു. ആ മതി. ഇതല്ല ബ്ലാങ്ക്, ബ്ലാങ്ക് ഇതാ. ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പം ഇങ്ങനെ വന്നില്ലേ. ഇനി ഇതിൻ്റെ ലോജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമില്ലേ, അവിടെ നിന്നായിരിക്കും ലൈറ്റ് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ലൈറ്റ് കടന്നു പോകണം. അപ്പോൾ അതിൻ്റെ 2 സെക്ഷനിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അത് ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുക. ഇപ്പോൾ ഇയാൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആദ്യത്തെ സ്ലോട്ട് ഒറ്റയ്ക്കുള്ള സ്ലോട്ടില്ലേ അതിനകത്ത് ഇറക്കി വയ്ക്കുക. ഇറക്കി വയ്ക്കുക. ബ്ലാങ്കാണ് കേട്ടോ. ഇനി നിങ്ങൾ അതിലോട്ട് നോക്കി. ഇനി ഇതിനകത്ത് എടുത്ത് ഇവിടെ മുകളിലെ ടൂൾ ബാർസ് ഉണ്ടോ, ഇതിനകത്ത് ലാമ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ലാമ്പിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം VS ആക്കണം, അതായത് വിസിബിൾ തന്നെ അർത്ഥം, വിസിബിൾ ആക്കാം. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡ് കണ്ടോ, ഈ മോഡിൽ പോയിട്ട് സിംഗിൾ വേവ് ലെങ്ത് എടുക്കുക. അതിനകത്ത് പാരാമീറ്റേഴ്സിൽ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ തുറന്നു വരും. ഇതിനകത്ത് അബ്സോർബൻസ് ഡിക്കഡല്ലേ നോക്കുക. അതെ. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ടോ വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട്. പ്രൊസീജിയറിൽ എത്ര നമ്മൾ ചെയ്യേണ്ട വേവ് ലെങ്ത് അറിയോ? ആ പഠിക്കുന്നത് വരില്ല, ഇതൊക്കെ കിട്ടുമല്ലോ അല്ലേ. 510 NM വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 510 അടിച്ച് ആയില്ല. 510 തന്നെ അല്ലേ അല്ലേ? വെറുതെ പറയാം. ഞാൻ എന്താ ചെയ്യുക, ഓക്കെ ചെയ്യാം. 520 തന്നെ അല്ലേ? ഒന്ന് നോക്കി പ്രൊസീജിയർ ആരെങ്കിലും ഫയലുണ്ടോ, ബുക്ക് ഫയലുണ്ടോ? ആണോ? എവിടെ നോക്കി പറഞ്ഞ? ആ ശരി, അൽസിമേഴ്സ് ഇല്ലല്ലോ. ഓക്കെ, 510 ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു വേവ് ലെങ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്ത ബ്ലാങ്ക് ഇല്ലേ, അതിൻ്റെ റീഡിങ്ങുകൾ മെമ്മറൈസ് ചെയ്യാണ്. അതിൻ്റെ വാല്യൂ ഇപ്പോൾ കാണിക്കില്ല, ബട്ട് നമ്മൾ ബ്ലാങ്ക് വെച്ചിട്ട് അതിൻ്റെ അടയ്ക്കാനിട്ടോ. അടച്ചതിന് ശേഷം നമ്മൾ റീഡിങ് എടുക്കണ്ട. ആണോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ബ്ലാങ്കിൻ്റെ റീഡിങ് അവർ എടുത്ത് വെച്ചിട്ടുണ്ട്, മെമ്മറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോവാം. വീണ്ടും നോക്കി ടൂൾ ബാറിൽ ഒരു റെഡ് കണ്ടു, ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ ഷേപ്പിൽ റെഡ് ഇതിൻ്റെ ഇഞ്ചൊക്കെ ആയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ വീണ്ടും വിൻഡോസ് വരും. അതിൽ സെൽ 1 സെൽ 2 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ബ്ലാങ്ക് വെച്ചു, ഇനി സാമ്പിൾ എടുക്കുക. ഈ സാമ്പിളിനകത്ത് ഞാൻ പറയുമല്ലോ റൊട്ടേഷനായിട്ട് സ്ലോട്ട്സ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ നമ്പർ ഉണ്ട് ഇവിടെ. ഒന്ന് നോക്കി കാണാൻ പറ്റും, 1 2 3 കണക്ക് പറഞ്ഞിട്ട് നോക്കി ഇല്ലേ.
ഇതുണ്ടോ, ഇത് നമുക്ക് അങ്ങനെ ടിൽറ്റ് ചെയ്യാൻ പറ്റും, കണ്ടോ, ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒന്നല്ലേ ഇരിക്കുന്ന, നോക്കി ഇതൊന്നല്ലേ, ഇവിടെ നോക്കി ഒന്നല്ലേ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്ലോട്ടില്ലേ അതിൻ്റെ നേരെ ആയിരിക്കണം ഈ സ്ലോട്ട് വരേണ്ടത് നിങ്ങൾ വെക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും അതേപോലെ എന്ത് ചെയ്യുക, ട്രാൻസ്പാരൻറ്റ് സെക്ഷൻ നമുക്ക് നേരെ ആക്കിയിട്ട് ഇവിടെ വയ്ക്കുക. വെച്ചില്ലേ, ഇതാണ് 1. ഇനി എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യാം. വെച്ചില്ലേ, ക്ലോസ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കി, നമ്മൾ വെച്ച സെൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. അല്ല, നമ്മൾ സെൽ 1 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പേര് കൊടുക്കുക, എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. 510 അല്ലേ, ഇത് ഓക്കെ കൊടുക്കുക. ഇത് കണ്ടോ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, അബ്സർവൻസ് വരും 0.022. ഇതാണ് കിട്ടിയ വാല്യൂ. ഇത് തെറ്റാണ് ചേട്ടൻ എനിക്ക് അറിയില്ല, ഇത് ചെയ്ത പോലെ ഇരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ സെറ്റിംഗ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ സ്ലോട്ട് 1 പറഞ്ഞാൽ നോക്കി, ഇവിടെ സ്ലോട്ട് 1 എന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മാറ്റിയാൽ മതി. ജസ്റ്റ് ഇങ്ങനെ മാറ്റാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റുമ്പോൾ രണ്ടാമത്തെ നമ്പർ വന്നില്ലേ, സെൽ 2 വന്നില്ലേ, ആ 2 നേരെ ഇതിന് നേരെ വയ്ക്കുക. എന്നിട്ട് അടുത്ത സാമ്പിൾ വെച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അടയ്ക്കുക. എന്നിട്ട് ഇവിടെ പോയിട്ട് വീണ്ടും എടുക്കുക. ഇതുണ്ടോ, ഇത് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, സെൽ 2-ലല്ല അത് വരുന്നത്. അപ്പോൾ സെൽ 2 കൊടുക്കുക, സെൽ 1 അൺടിക്ക് ചെയ്യുക. എന്നിട്ട് സെൽ 2-ന് എന്തെങ്കിലും വേറെ പേര് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഓർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത റീഡിങ് എടുക്കും. ഭയങ്കര വ്യത്യാസമുണ്ട് ആ ലൈറ്റ് പോണതിൻ്റെ. ഇങ്ങനെയാണ് സാധനം എടുക്കേണ്ടത്, അവിടെ ഏകദേശം അടുത്ത് തന്നെ വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം, ഈ സാധനം കൂടി നമുക്കൊരു പ്ലോട്ട്, ഒരു ഗ്രാഫ് ഉണ്ട്, നമ്മുടെ അയൺ കണ്ടൻറ്റും അബ്സോർബൻസും ഒരു എക്സൈസ് വയസ്സ് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അത് നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, അത് ലൈൻ മുട്ടിച്ചടിയിട്ട് വരച്ച് കഴിഞ്ഞാൽ അയൺ കണ്ടൻറ്റ് കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കുന്നത് ടീച്ചർ പറഞ്ഞു തരും. ഇങ്ങനെയാണ് സംഭവം കേട്ടോ. കിട്ടോ, ഞാൻ അടുത്ത ബാച്ചാൽ കിട്ടോ.